Good morning, all. Good morning. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ ജോയിൻ ചെയ്തിട്ടുള്ളത് വിദ്യാ മാം ആണ്. മാം ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്, സൈക്കോളജിക്കൽ കൗൺസിലറാണ്. മാമിനെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യണം. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. താങ്ക് യു മാം. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ എൻ്റെ ഇവിടുത്തെ ടോപ്പിക് ഡീപ്പ് ഫേക്ക്. നമ്മൾ കാണുന്നതെല്ലാം എന്തുകൊണ്ട് നമ്മുടെ ബ്രെയിൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഡീപ്പ് ഫേക്ക് എന്ന വാക്കും ബ്രെയിനും തമ്മിലുള്ള കണക്ഷനാണ്. ആദ്യം തന്നെ നമുക്കൊരു ചോദ്യത്തിലൂടെ തുടങ്ങാം. നമ്മൾ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം സത്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കാറുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും വിശ്വസിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് അങ്ങനെ അല്ല എന്ന് നമുക്ക് തോന്നാറുണ്ടോ? ഓൾമോസ്റ്റ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളും ചെവി കൊണ്ട് കേൾക്കുന്ന കാര്യങ്ങളും റിയൽ ആണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെയാണ്. നമ്മളെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പോലും നമ്മൾ ആദ്യം വിശ്വസിക്കുന്നത് അത് നമ്മൾ റിയലായിട്ട് കണ്ടതാണ്, അല്ലെങ്കിൽ അത് കേട്ടതാണ്, അതുകൊണ്ട് അത് സത്യമാണ് എന്നാണ് നമ്മളത് വിശ്വസിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഈ ടോപ്പിക്കായ ഡീപ്പ് ഫേക്ക് എന്നുള്ള ടോപ്പിക്കിന്റെ പ്രാധാന്യം വരുന്നത്. അതായത് നമ്മൾ ഈ ലോകത്ത് കാണുന്ന എല്ലാ കാര്യങ്ങളും, കണ്ണുകൾ കൊണ്ട് കാണുന്നതും ചെവികൾ കൊണ്ട് കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും സത്യമാണ് എന്നുള്ളത് ശരിക്കും മിഥ്യയായ ധാരണയാണ്. പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ പറയുമായിരുന്നു, ഞാൻ ഒരു കാര്യം നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഞാനത് കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്, അത്രയും ക്ലാരിറ്റി ഉള്ള ഒരു കാര്യമാണത്, അല്ലെങ്കിൽ അതിൽ വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല, അതിലൊരു മിസ്റ്റേക്കുമില്ല, ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് അത് കണ്ടു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചെവി കൊണ്ട് അത് കേട്ടു എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ അങ്ങനെ കണ്ണുകൾ കൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതുമായ കാര്യങ്ങൾ നമുക്ക് റിയൽ ആണ്, അല്ലെങ്കിൽ സത്യമാണ് എന്ന് വിശ്വസിക്കുവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതാണ് നമ്മുടെ ടോപ്പിക്കായ ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI എന്ന് പറയുന്ന ടെക്നോളജി കൊണ്ട് ഒരാൾ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതായും കേട്ടിട്ടില്ലാത്ത ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തതായുമുള്ള വീഡിയോയാണെങ്കിലും ഓഡിയോയാണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും ഉണ്ടാക്കുകയും കൃത്രിമമായി ഉണ്ടാക്കുകയും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. AI എന്താണ് എന്ന് ഇപ്പോഴത്തെ ജനറേഷൻ അല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ എല്ലാവരും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി തന്നെയാണ് AI. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. നമ്മളുടെ സമയത്തെ കുറയ്ക്കുവാനും, അതായത് ഒരു വലിയ ഡോക്യുമെന്റ് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ വലിയൊരു നോട്ട് ഉണ്ട് എങ്കിൽ നമുക്കത് ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ചാറ്റ് ബോട്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള വേർഷൻ നമ്മൾ വായിക്കാതെ തന്നെ കിട്ടുന്നു. അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന കാര്യങ്ങൾക്ക് പ്രോംപ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുന്നു, AI അതിനെ അനലൈസ് ചെയ്ത് നമുക്കതിൻ്റെ റിസൾട്ട് കാണിച്ചു തരുന്നു. അപ്പോൾ നമ്മുടെ സമയവും നമ്മുടെ ജോലിഭാരവും എളുപ്പത്തിൽ ഈസി ആക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ സ്മൂത്ത് ആക്കുകയാണ് ചെയ്യുന്നത്. ആ നൂതനമായ ടെക്നോളജിയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് വരുത്തി തീർക്കുകയും
നമ്മൾ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് വരുത്തി തീർക്കുകയും അതുമൂലം ഓഡിയോയാണെങ്കിലും വീഡിയോയാണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും ക്രിയേറ്റ് ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. ശരിക്കും ഇത് ഒരു ഫേക്കായ കാര്യമാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നില്ല. മെയിനായിട്ടും ഡീപ്പ് ഫേക്കിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ഫോട്ടോ എടുത്തു, എന്നിട്ട് AI ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡീപ്പ് ഫേക്ക് ടെക്നോളജി ഉപയോഗിച്ച് അയാളുടെ ഫോട്ടോ എന്ത് ചെയ്യുന്നു, മുഖം മാറ്റുന്നു. അതുപോലെ തന്നെ ഒരാൾ പറഞ്ഞിട്ടില്ലാത്ത വാക്കുകൾ ഒരു വീഡിയോയിൽ കൂട്ടിച്ചേർക്കുന്നു. അതുപോലെ തന്നെ യഥാർത്ഥമായ വ്യക്തിയുടെ മുഖഭാവങ്ങളും ചലനങ്ങളും മാറ്റുന്നു. AI ഉപയോഗിച്ചിട്ട് യാഥാർത്ഥ്യമല്ലാത്ത വ്യക്തികളെ വരെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാം ഓരോ സമയത്തും ഓരോ വീഡിയോസ് ഒക്കെ വരാറുണ്ട്. നമ്മൾ എന്തെങ്കിലും പ്രോംപ്റ്റ് അല്ലെങ്കിൽ ചാറ്റ് ബോട്ടിനോട്, അതായത് ചാറ്റ് GPT-യോ ജെമിനിയോ അതുപോലെയുള്ള ചാറ്റ് ബോട്ടുകളാണ് നമുക്ക് ഇതുപോലെ സെർച്ച് ചെയ്യാനും പുതിയ പുതിയ വീഡിയോസും ഒക്കെ ഉണ്ടാക്കി തരാനും സഹായിക്കുന്നത്. ഈ ചാറ്റ് ബോട്ടുകൾക്ക് നമ്മൾ എന്തെങ്കിലും പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടായിട്ട് നമുക്ക് കിട്ടാറുണ്ട് ഒരു വീഡിയോയോ ഓഡിയോയോ ഒക്കെ. അത് ഫേക്ക് ആണെന്നല്ല പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനനുസരിച്ച് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഈ വീഡിയോയിലുള്ള ആൾക്കാർ ചിലപ്പോൾ റിയൽ ആയിരിക്കണമെന്ന് പോലുമില്ല അവർ തരുന്നത്. അങ്ങനെ AI ഉപയോഗിച്ച് യാഥാർത്ഥ്യമല്ലാത്ത വ്യക്തികളെ വരെ സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ശരിക്കും ഡീപ്പ് ഫേക്ക് എന്നത് ഒരു ഫേക്ക് ഇൻഫോർമേഷൻ മാത്രമല്ല, ഫേക്ക് ഇൻഫോർമേഷൻ വെച്ചിട്ട് നമ്മളെ അത് യാഥാർത്ഥ്യമാണ് എന്ന് തോന്നിപ്പിക്കുകയും കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ, ഇനിയാണ് നമ്മളുടെ സൈക്കോളജിക്കൽ, ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ടെക്നിക്കലി ടേമുകളെല്ലാമാണ്. ഇനി നമ്മുടെ സൈക്കോളജി എന്തുകൊണ്ട് ഈ ഡീപ്പ് ഫേക്കുമായി വളരെ അടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ ബ്രെയിനിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ബ്രെയിൻ ഒരു റെക്കോർഡിംഗ് സിസ്റ്റം അല്ല, ഒരു ക്യാമറ പോലെയൊന്നുമല്ല. അത് ജസ്റ്റ് കാണുന്നു, എന്താണോ മനസ്സിലാക്കുന്നത് അത് മനസ്സിലാക്കുന്നു, അതതിനെ വ്യാഖ്യാനിക്കുകയും ഒരു കൺക്ലൂഷനിൽ എത്തുകയുമാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ബ്രെയിൻ എടുത്ത് പരിശോധിക്കുന്നില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ലോട്ട് ഓഫ് ഇൻഫോർമേഷൻ ആണ് നമ്മുടെ സറൗണ്ടിങ്സിലുള്ളത്. നമ്മൾ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെയേറെ ഇൻഫോർമേഷൻ ആണ് അത് നമ്മൾ കാണുകയും കേൾക്കുകയും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ സംഭവിക്കുന്നത്. ഇത്രയും ഇൻഫോർമേഷനെ നമ്മുടെ ബ്രെയിനിലോട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇതിനെ പ്രോസസ്സ് ചെയ്ത് ഓരോന്നും എത്രയാണ് എന്ന് നോക്കുവാനുള്ള ഒരു ബ്രെയിൻ ശ്രമിക്കാറില്ല. നമുക്കറിയാം പരീക്ഷാ സമയമായി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ എന്തെങ്കിലും ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. കുറേ പഠിക്കാനുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഷോർട്ട് കട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനും. ഇത്രയും ഇൻഫോർമേഷൻ വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കും. നമ്മൾ കാണുന്നു, ജസ്റ്റ് ഒരു ബ്രെയിൻ ഒരു കൺക്ലൂഷനിൽ അങ്ങ് എത്തുന്നു. ഇതിനെ ബ്രെയിൻ ഷോർട്ട് കട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകളും ചെവിയിലും കൂടെ കേൾക്കുന്ന കാര്യങ്ങൾ ചെവിയിലൂടെയാണ് എങ്കിലും ആ ഇൻഫോർമേഷൻ ഉടൻ തന്നെ നമ്മുടെ ബ്രെയിനിൽ എത്തുകയാണ് ചെയ്യുന്നത്. ബ്രെയിൻ എന്ത് ചെയ്യുന്നു? അതിനെ പ്രോസസ്സ് ചെയ്യുന്നു. പ്രോസസ്സ് ചെയ്തിട്ട് ബ്രെയിൻ അത് എത്രത്തോളം സത്യമാണ് എന്ന് വിശ്വസിക്കുന്നതിന് മുമ്പ് ബ്രെയിൻ ആദ്യമേ ഇന്നത് കണ്ടു ഇന്നത് കേട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഡീപ്പ് ഫേക്ക് ബ്രെയിനിന്റെ ഈ ആദ്യത്തെ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അതായത് എന്ത് ചെയ്യുന്നു? ജസ്റ്റ് കണ്ടു, ഈ ഒരു കൺക്ലൂഷനിൽ എത്തി. സെക്കൻഡ് ഫേസിൽ മാത്രമാണ് നമ്മുടെ ബ്രെയിൻ അതിന്റെ ക്ലാരിറ്റി, അതായത് അത് സത്യമാണോ, അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത്. ആ ഫേസിൽ ഈ ഡീപ്പ് ഫേക്ക് എന്ന ടെക്നോളജി നമ്മുടെ ബ്രെയിനിനെ മിസ്യൂസ് ചെയ്യുന്നു. അതായത് ആ ഒരൊറ്റ സമയം കൊണ്ട് തന്നെ നമ്മളുടെ ബ്രെയിൻ ഇത് സത്യമാണ് അല്ലെങ്കിൽ ഇതാണ് ശരി എന്ന് വിശ്വസിപ്പിക്കുന്നു. സെക്കൻഡ് ഫേസിലേക്ക് കടക്കാനുള്ള ഒരു സമയം അവിടെ കൊടുക്കുന്നില്ല. അതാണ് ബ്രെയിൻ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിൻ എപ്പോഴും പ്രെഡിക്റ്റിംഗ്, അതായത് ഒരു പ്രെഡിക്റ്റീവ് മിഷനാണ്. എന്തെങ്കിലും കാര്യങ്ങൾ ബ്രെയിൻ എല്ലാ സമയവും പ്രെഡിക്റ്റ് ചെയ്യും. നമ്മൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, ഈ പ്രെഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പിൽ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ആവാം,
അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള, നമ്മൾ ഇന്നത് വരാൻ ആഗ്രഹിക്കുന്നു, നമ്മളുടെ ഇഷ്ടങ്ങൾ, അതാണ് നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസും നമ്മുടെ ഇൻട്രസ്റ്റും അതുപോലെ നമ്മുടെ ബ്രെയിനിൽ കിട്ടിയ ഇൻഫോർമേഷനും എല്ലാം കൂടെ കൂട്ടിയാണ് നമ്മുടെ ബ്രെയിൻ എപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇനി എന്ത് സംഭവിക്കും എന്ന് ബ്രെയിൻ നിരന്തരമായി ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസും എക്സ്പെക്റ്റേഷൻസും സെൻസറിയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനും എല്ലാം വെച്ചിട്ടാണ് നമ്മുടെ ബ്രെയിൻ ഈ പ്രെഡിക്ഷൻ അല്ലെങ്കിൽ പെർസെപ്ഷൻസ് ഉണ്ടാക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ഡീപ്പ് ഫേക്ക് ഇതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അതായത് ഒരാളുടെ ഫേസ്, അല്ലെങ്കിൽ അയാളുടെ ശബ്ദം, അല്ലെങ്കിൽ അയാളുടെ മൂവ്മെന്റ്സ്, അയാളുടെ ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഫെമിലിയർ ആണ്, പരിചയമുള്ളതാണ് എങ്കിൽ ബ്രെയിൻ ഉടനെ ഫിറ്റ് ചെയ്ത് പറയുന്നു, എവരിതിങ് ഈസ് ഫിറ്റ് എന്ന രീതിയിൽ ബ്രെയിൻ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന ഒരു വീഡിയോയോ നമ്മൾ കാണുന്ന ഒരു ശബ്ദമോ ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിക്കാനുള്ള സമയം പോലും നമുക്ക് ബ്രെയിൻ തരുന്നില്ല എന്നാണ് അർത്ഥം. ആ വീഡിയോയിലും ഓഡിയോയിലും നമുക്ക് പരിചയമുള്ള ഫേസോ വോയിസോ അവരുടെ മൂവ്മെന്റ്സോ അങ്ങനെയാണ് അവരുടെ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട്, ഇവയെല്ലാം മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് ആണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതായത് നമ്മുടെ ബ്രെയിൻ നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കുന്നു. അതാണ് ഈ ബ്രെയിനും നമ്മുടെ ഈ ടെക്നോളജിയായ ഡീപ്പ് ഫേക്ക് എന്ന ടെക്നോളജിയും തമ്മിലുള്ള കണക്ഷൻ. നമ്മുടെ ബ്രെയിനിന് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനുള്ള, അതായത് സെക്കൻഡ് ഫേസിലേക്ക് പോകുവാനുള്ള ഒരു ടൈം പോലും കൊടുക്കുന്നില്ല. ആ സമയം കൊണ്ട് നമ്മൾ ഒരാളുടെ വീഡിയോ കണ്ടു, നമ്മൾ അയാളുടെ വീഡിയോ കാണുമ്പോൾ അയാളുടെ ഫേസ് ഫെമിലിയർ ആണ്, അത് അയാൾ തന്നെയാണ്, അല്ലെങ്കിൽ അയാളുടെ വോയിസ് നമുക്ക് അറിയാവുന്നതാണ്, പിന്നെ അതിൽ വേറൊരു ബുദ്ധിമുട്ടുമില്ല, അത് അയാളുടെ വോയിസ് തന്നെയാണ്, അയാളുടെ മൂവ്മെന്റ്സും എല്ലാം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് തന്നെ അയാളുടെ രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഫെമിലിയർ ആയി വരുമ്പോൾ നമ്മളുടെ ബ്രെയിൻ വിശ്വസിപ്പിക്കുന്നു, ഇത് അയാളുടെ വീഡിയോ തന്നെയാണ്, അല്ലെങ്കിൽ ഇത് അയാളുടെ വോയിസ് തന്നെയാണ്, ഇനി അതിന് വേറൊരു ക്ലാരിഫിക്കേഷന്റെയും ആവശ്യമില്ല എന്നുള്ള കാര്യം. പക്ഷെ നമ്മൾ ശരിക്കും കാണുന്നതെല്ലാം അങ്ങനെയല്ല. ഒരു വീഡിയോ നമ്മൾ കണ്ടാൽ അത് ഓട്ടോമാറ്റിക്കലി അത് ട്രൂത്ത് ആണെന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് ഒരു ഫോട്ടോ കണ്ടു, ആ ഫോട്ടോ ശരിയാണ് എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഒരു വോയിസ് കേട്ടു, ഉടനെ നമ്മുടെ ബ്രെയിൻ ഇത് ശരിയാണ്, പക്ഷെ അങ്ങനെ ആകണമെന്നില്ല. കാരണം പണ്ടത്തെ സമയത്ത് നമ്മുടെ ടെക്നോളജി ഇത്രയും വളർന്നിട്ടില്ലാത്ത സമയത്ത് നമുക്ക് പറയാമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പണ്ട് നമ്മൾ പറയുന്ന ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള വാക്ക്, ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു, ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടു, എങ്കിൽ പിന്നെ അതിന് വേറൊരു സെക്കൻഡ് ഒപ്പീനിയന്റെ ആവശ്യമില്ല. നമ്മുടെ കണ്ണുകളെ അത്രയും നമുക്ക് വിശ്വാസമാണ്, നമ്മുടെ ചെവികളെ നമുക്ക് അത്രയും വിശ്വാസമാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ടെക്നോളജി വളർന്ന ഈ സമയത്ത് നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ തന്നെ ഇവർ ഒരു ഫേക്ക് ഐഡിയാസ് ഉണ്ടാക്കി തരികയാണ് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിനിന് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ ഒരു സമയം പോലും ഈ ഇൻഫോർമേഷൻ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇവർ ഈ ഷെയർ ചെയ്യുന്ന ഇൻഫോർമേഷൻ തരുന്നില്ല. ശരിക്കും ഇവിടെ ഒരു ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ ഒരു ടെക്നോളജിയാണ് വർക്ക് ചെയ്യുന്നത്. ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ആണെങ്കിൽ മുൻപരിചയവും അറിവും അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകളും എല്ലാം അതിനെ സ്വാധീനിക്കുന്നതാണ്. നമ്മളൊരു ബ്ലറി ഇമേജ് കാണിച്ചു കൊടുത്തിട്ട് അതിനകത്ത് ഒരു പൂച്ചയാണ് എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്കത് പൂച്ചയായി തോന്നും, ചിലർക്കത് പട്ടിയായിട്ടും തോന്നും. രണ്ടും ഇന്റർപ്രിറ്റേഷൻ ആണ്. അതായത് അത് പൂച്ചയാകാം, അത് പട്ടിയാകാം, പക്ഷെ ഇമേജ് ഒന്നേ ഉള്ളൂ. ആ ഇമേജിൽ തന്നെ രണ്ട് ഒപ്പീനിയൻ അവിടെ വന്നു. ചിലർക്കതിനെ പൂച്ചയായിട്ടും തോന്നും, ചിലർക്കതിനെ പട്ടിയായിട്ടും തോന്നും. അപ്പോൾ നമുക്ക് അവിടെ ക്ലാരിറ്റി ഇല്ല, ക്ലിയർ ഇല്ല. അതുപോലെ നമ്മളെ ബോട്ടം അപ്പ് പ്രോസസ്സിങ്ങും നടക്കുന്നുണ്ട്. ബോട്ടം അപ്പ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫേസ് കണ്ടും അതുപോലെ തന്നെ നമ്മുടെ വോയിസ് കേട്ടും, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഒരാളുടെ ഫേസ്, അയാളുടെ ഫേസ് എനിക്ക് പരിചയമുള്ളതാണ്, അയാളുടെ വോയിസ് എനിക്ക് പരിചയമുള്ളതാണ്, അപ്പം അത് ആ വീഡിയോ അയാളുടെ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഓഡിയോ അയാളുടെ തന്നെയാണ്, ആ ഫോട്ടോ അയാളുടെ തന്നെയാണ്. ഇങ്ങനെ ടോപ്പ് ഡൗൺ പ്രോസസ്സിങ്ങും ബോട്ടം അപ്പ് പ്രോസസ്സിങ്ങും കൂടെ ഒരുമിച്ച് കയറിയിട്ടാണ് നമ്മളുടെ ഈ ഇന്റർപ്രിറ്റേഷൻ, ഡീപ്പ് ഫേക്കിലെ ഇന്റർപ്രിറ്റേഷൻ നടക്കുന്നത്. അതായത് അയാളുടെ വോയിസ് കാണുകയും അയാളുടെ ഫേസ് കാണുകയും ചെയ്യുകയും
അതുപോലെ നമ്മുടെ എക്സ്പെക്റ്റേഷൻ, അയാൾ ഇങ്ങനെയാണ് എന്നുള്ള നമ്മുടെ എക്സ്പെക്റ്റേഷൻസും നമ്മുടെ മുൻ പരിചയവും എല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിസിഷൻ എടുക്കുന്നത്. അത് തന്നെയാണ് അവിടെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ കൺഫോർമേഷൻ ബയാസ് എന്ന് പറയും. 2-3 വാക്കുകൾ ഞാൻ പറയുന്നുണ്ട് ഇവിടെ. കൺഫോർമേഷൻ ബയാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വിശ്വസിക്കുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്കത് എളുപ്പം വിശ്വസിക്കും. അതാണ് നമ്മുടെ ബ്രെയിനിന്റെ ടെക്നോളജി. അതായത് ഞാനൊരു കാര്യം വിശ്വസിക്കുന്നു എങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനെ കുറച്ചും കൂടെ ബലപ്പെടുത്തുന്ന ഇൻഫോർമേഷൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിൽ പെട്ടെന്ന് ഒരു വിശ്വാസം അർപ്പിക്കും. പിന്നെ അതിലൊരു ക്ലാരിറ്റിക്ക് നമ്മൾ പോകില്ല. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സിനിമാ നടന്റെ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയുടെ ഒരു വീഡിയോ നമ്മൾ കാണുകയാണ്. നമ്മൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ സെലിബ്രിറ്റിയെ ആക്ച്വലി ഇഷ്ടമല്ലായിരുന്ന ഒരാളുടെ ഫേക്ക് വീഡിയോ ആണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ പറയും ഉടനെ, എനിക്ക് അറിയാമായിരുന്നു അയാൾ അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ വരുള്ളൂ, എനിക്ക് അപ്പോഴേ തോന്നി. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന നോർമൽ വാക്കുകളാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു വിശ്വാസമാണത്. അത് അങ്ങനെയാണ്. ആ വിശ്വാസത്തെ കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഫോർമേഷൻ നമ്മുടെ ഉള്ളിലേക്ക് വന്നു. ഒരു വീഡിയോ ആയിട്ടോ ഒരു ഓഡിയോ ആയിട്ടോ ഒരു ഫോട്ടോ ആയിട്ടോ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ വിശ്വാസം, നമ്മുടെ ബിലീഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഫോർമേഷൻ പുറത്തുനിന്നും വരികയാണ്. നമ്മൾ ആ ഇൻഫോർമേഷനെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും. ശരിയാണ്, ഞാനും അങ്ങനെ വിചാരിച്ചതാണ്. നമ്മൾ പറയാറുണ്ട്, ഒരു വീഡിയോ കണ്ടിട്ട് എനിക്കല്ലേലും അറിയാമായിരുന്നു, അല്ലെങ്കിൽ അയാൾ പണ്ടേ അങ്ങനെയാണ് എന്ന്, അല്ലെങ്കിൽ പണ്ടേ ഇങ്ങനെയാണ് എന്ന്. എന്നാൽ നമുക്കിഷ്ടമുള്ള ഒരാളുടെയാണ് കാണുന്നതെങ്കിൽ ചില സമയത്ത് നമുക്ക് ആ വീഡിയോ ഫേക്ക് ആണെന്ന് നമ്മൾ ചില സമയം ചിന്തിക്കാറുണ്ട്. അതായത് നമ്മളുടെ എവിഡൻസിനെ അല്ല, അതിന്റെ പുറകിൽ എത്ര സത്യമുണ്ട്, അല്ലെങ്കിൽ അതിന്റെ പുറകിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ നമ്മുടെ ബിലീഫിനാണ് അവിടെ എന്ത് ചെയ്യുന്നത്, കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അയാൾ എന്റെ വിശ്വാസമാണത്. ആ വിശ്വാസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഫോർമേഷൻ ഒരു ഓഡിയോ ആയിട്ടോ വീഡിയോ ആയിട്ടോ എൻ്റെ ഉള്ളിലേക്ക് വന്നു. പിന്നെ എനിക്ക് അതിന് യാതൊരു തെളിവും വേണ്ട. എന്നെ അവിടെ കൺഫേം ആക്കിയത്, എൻ്റെ കൺഫോർമേഷൻ, അതായത് എൻ്റെ ബിലീഫിനെ കുറച്ചും കൂടി കൺഫേം ആക്കുന്ന ഡീറ്റെയിൽസ് എനിക്ക് അവിടെ നിന്നും ലഭിച്ചു. അതിനെയാണ് നമ്മൾ കൺഫോർമേഷൻ ബയാസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ബിലീഫാണ്, എവിഡൻസ് അല്ല. അതിന് നമുക്ക് തെളിവൊന്നുമില്ല. നമ്മുടെ ഉള്ളിൽ എപ്പോഴോ എങ്ങനെയോ കുറച്ച് മനസ്സിലോ നമ്മുടെ ബ്രെയിനിലോ നമ്മുടെ ഉള്ളിലായിട്ട് എങ്ങനെയോ ബിൽഡപ്പ് ചെയ്ത ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ബിലീഫിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഇൻഫോർമേഷനും കൂടി ലഭിച്ചു. അപ്പോൾ നമ്മൾ അതിനെ കൺഫേം ആക്കി. അതിനെയാണ് കൺഫോർമേഷൻ ബയാസ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ബ്രെയിനിലെ ഈ പരിപാടികൾ, അതായത് ഇപ്പോൾ നടന്ന ഈ പ്രോസസ്സിങ് ഡീപ്പ് ഫേക്കിന് വളരെയേറെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. കാരണം നമുക്ക് എവിഡൻസ് വേണ്ട. നമ്മൾ നോക്കുമ്പോൾ ശരിയാണ്, എനിക്കറിയാമായിരുന്നു, അത് അങ്ങനെ വരികയുള്ളൂ എന്നുള്ള ഒരു വാക്ക് നമ്മൾ ചിലപ്പോൾ പറയുകയും ചെയ്യാറുണ്ട്. നമ്മൾ പല വീഡിയോയും ഓഡിയോയും ഫോട്ടോ ഒക്കെ കണ്ടിട്ട് പറയും, എനിക്ക് പണ്ടേ അറിയാമായിരുന്നു, അതങ്ങനെ വരികയുള്ളൂ, ഇത് കണ്ടോ എന്ന് പറഞ്ഞായിരിക്കും ചിലപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ അതിനെ കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ബ്രെയിൻ ഉപയോഗിക്കുന്ന ബ്രെയിനിലെ ടെക്നോളജി ഈ ഡീപ്പ് ഫേക്ക് എന്ന് പറഞ്ഞ ഈ ഫോൾസ് ഇൻഫോർമേഷനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിൽക്കുന്ന വേറൊരു കാര്യമാണ് ഫെമിലിയാരിറ്റി. അതായത് നമ്മൾ പലതവണ ഒരു കാര്യം കാണുകയാണ് എങ്കിൽ നമുക്കതിനെ പരിചിതമായിട്ട് തോന്നും. അത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു സ്വഭാവമാണ്. നമ്മൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് പരിചിതമാണ്. പരിചിതമായ എന്തിനേയും നമ്മൾ വിശ്വസിക്കും. പലതവണ കണ്ടാൽ അത് സത്യമാണോ എന്നല്ല, നമ്മൾക്ക് പരിചിതമായ കാര്യങ്ങളെ നമുക്ക് വിശ്വസിക്കുവാനുള്ള ഒരു മെന്റാലിറ്റി നമുക്ക് കൂടുതലാണ്. അത് ഞാൻ പലതവണ കണ്ടതാണ്.
ഇപ്പൊ നമുക്കറിയാം, ഫോണും ടെക്നോളജികളും ഉപയോഗിക്കുന്ന ആൾക്കാര് കുറെ പ്രാവശ്യം, അതായത് അവർക്ക് പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കാം. അവര് ഫേസ്ബുക്ക് എന്ന അക്കൗണ്ടോ അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ, ചിലപ്പം അവരുടെ വാട്സപ്പിലൂടെ വീഡിയോ വരും. ഇതെല്ലാം അവര് എന്ത് ചെയ്യുന്നതാ, പല തവണ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പല തവണ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിന് അത് പരിചയമാകും. പിന്നീട് അതിന്റെ എന്താണ് സത്യം, എന്താണ് അതിലെ മിഥ്യ എന്ന് നമ്മൾ അന്വേഷിക്കാൻ പോയില്ല. അതെനിക്ക് പരിചയമാണ്, അപ്പോൾ അത് സത്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലതവണ ഒരു കാര്യം കണ്ടു അല്ലെങ്കിൽ നമ്മൾക്ക് പരിചിതമാണ് എന്ന് വിചാരിച്ച് ആ കാര്യം ഒരിക്കലും സത്യമായി കൂടണമെന്നില്ല. അതും ഈ ഡീപ്പ് ഫേക്ക് അല്ലെങ്കിൽ നമ്മളിലെ തെറ്റായ ധാരണ ഉണ്ടാക്കാൻ ഒരു കാരണം തന്നെയാണ്. ഇനി നമ്മളുടെ സൈക്കോളജിക്കൽ ടേം ഇവിടെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഇമോഷൻ നമ്മളെ ജഡ്ജ്മെന്റിനെ മാറ്റുന്നു. അതായത് നമ്മൾ എത്രത്തോളം ഇതൊക്കെ സത്യമാണോ അല്ലെങ്കിൽ ഇതൊക്കെ തെറ്റാണ് എന്ന് നമ്മൾ കുറെയൊക്കെ ധാരണയുണ്ട്. അതങ്ങനെയൊന്നും ആവില്ല, അതങ്ങനെ വരും, അങ്ങനെയല്ല, ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല, ഇപ്പം പല ടെക്നോളജിയും ഉണ്ട് ഇല്ലാത്തതുണ്ടാക്കാൻ എന്നൊക്കെ നമുക്കറിയാമായിരിക്കും. പക്ഷെ നമ്മൾ ഒരു വീഡിയോ കാണുകയോ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കുകയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ കാണുകയൊക്കെ ചെയ്യുമ്പോൾ റിയൽ അല്ലാത്തതാണെങ്കിലും ആദ്യം അവിടെ വർക്കൗട്ട് ചെയ്യുന്നത് നമ്മുടെ ഇമോഷൻസ് ആണ്. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും പേടിപ്പിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഭയം എന്ന ഇമോഷൻ അവിടെ ഉടനെ തന്നെ ജനറേറ്റ് ചെയ്യുന്നു. അതുപോലെ എന്തെങ്കിലും ആരെയെങ്കിലും, അതായത് എന്തെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അതായത് വേറെ ആരെയെങ്കിലും ഉപദ്രവിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലെയുള്ള കാര്യമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അതുപോലെ ഞെട്ടലുണ്ടാവും, ചില സമയത്ത് സന്തോഷമായിരിക്കും. എന്നാലും നമ്മുടെ എന്തെങ്കിലും ഒരു ഇമോഷൻ അവിടെ ഉണ്ടാകുന്നു, ജനറേറ്റ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ഈ കാണുന്ന വീഡിയോയാണെങ്കിലും നമ്മൾ ഈ കേൾക്കുന്ന ഓഡിയോയാണെങ്കിലും അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാതെ തന്നെ നമ്മുടെ ഇമോഷൻ അവിടെ ജനറേറ്റ് ചെയ്യുകയാണ്. ഈ ഇമോഷന്റെ റിയാക്ഷൻ ആയിട്ട് തന്നെ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ വീഡിയോയാണെങ്കിലും ഈ ഓഡിയോ ആണെങ്കിലും നമ്മൾ ഷെയർ ചെയ്യും. എനിക്ക് ദേഷ്യം വന്നു അയാളുടെ പ്രവൃത്തി കണ്ടിട്ട്, ഇത് മറ്റുള്ളവരും കൂടെ കണ്ടോട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ ദേഷ്യം എന്നുള്ള ഇമോഷൻ അവിടെ വർക്കൗട്ടായി. അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഷെയർ ചെയ്യുന്നു, ഒരു ഷെയർ ബട്ടൺ ഞെക്കുന്നു, അപ്പം തന്നെ അത് ഷെയർ ആയി. പിന്നീടാണ് നമ്മൾ അത് ശരിയാണോ, നമ്മൾ നോർമൽ രീതിയിലേക്ക് വന്നതിന് ശേഷം, നമ്മുടെ ഈ ഇമോഷൻ ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇത് ശരിയായിരുന്നു, അല്ലെങ്കിൽ ലേറ്റർ വെരിഫിക്കേഷൻ എന്നുള്ള പ്രോസസ്സിംഗ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇമോഷൻ ആണ് അവിടെ സൈക്കോളജിക്കലി വർക്കൗട്ട് ആവുന്നത്. അപ്പം ആദ്യം നമ്മൾ ആ വീഡിയോയെ ഷെയർ ചെയ്യുകയും പിന്നീടാണ് നമ്മൾ അതിനെ വെരിഫിക്കേഷനും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം തെറ്റാണ് എങ്കിലും നമ്മൾ അതിനെ ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും കെയർലെസ് കൊണ്ടല്ല ഷെയർ ചെയ്യുന്നത്, അതായത് എനിക്കറിയാം, എനിക്ക് ധാരണയില്ലാഞ്ഞിട്ടല്ല എല്ലാവരും ഷെയർ ചെയ്യുന്നത്. എനിക്കറിയാം ഈ വരുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ, നമുക്ക് കുറച്ച് വിവരങ്ങളൊക്കെ ഉണ്ട്, വരുന്നതും കേൾക്കുന്നതും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല, എന്ന ടെക്നോളജി ഉണ്ട്, അത് വെച്ചിട്ട് പലതും ചെയ്യാം, ഒക്കെ നമുക്കറിയാം. പക്ഷേ നമ്മൾ ആ ഒരു സമയം കെയർലെസ് ആയി പോകുന്നു, കാരണം നമ്മുടെ ഇമോഷൻ ബാക്കിൽ നിന്നും വർക്കൗട്ട് ചെയ്യുന്നു. അപ്പം തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ എനിക്കതിൽ മൂലം ദേഷ്യമുണ്ടായി, വെറുപ്പുണ്ടായി, അല്ലെങ്കിൽ കോപം, എന്തൊക്കെയും നമ്മുടെ ഇമോഷൻ വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ അതിനെ ഷെയർ ചെയ്ത് മറ്റുള്ളവരും അത് കാണട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ടെക്നോളജിയിൽ നമ്മുടെ സൈക്കോളജിക്കലി ഇമോഷൻ കയറി വരുന്നത്. ഇമോഷനാണ് അവിടെ ഫസ്റ്റ് പ്രയോറിറ്റി കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വേറെ ഒരു കാര്യമാണ് സോഷ്യൽ പ്രൂഫ് എന്ന് പറയുന്നത്. അതായത് മനുഷ്യന്റെ ഒരു വളരെ നമ്മളറിയാം, മാനസികമായി നമുക്കുള്ളാവുന്ന ഒരു വികാരമാണ്. അതായത് മറ്റുള്ളവർ വിശ്വസിക്കുന്നു, അതായത് ഒരു വീഡിയോ ഇട്ടു, ഒരു യൂട്യൂബിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ശരിയല്ലാത്ത ഒരു വീഡിയോ നമ്മൾ കണ്ടു. നമ്മൾ ആ വീഡിയോയുടെ താഴെ എടുത്തു നോക്കും, ആ വീഡിയോയ്ക്ക് എത്ര ലൈക്സ് അല്ലെങ്കിൽ എത്ര വ്യൂസ്, എത്ര കമന്റ്സ് ഉണ്ട് എന്ന് നമ്മൾ ആദ്യം നോക്കും. ചില സമയത്ത് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ഇതൊന്നും കാണാനുണ്ടാവുന്ന സമയമൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ വീഡിയോ ഫുൾ കാണാൻ സാധിക്കില്ല, ഈ ഓഡിയോ ഫുൾ കേൾക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്ന എന്താണ്,
ഓ ഈ വീഡിയോയ്ക്ക് എത്ര ലൈക്ക് ഉണ്ട്, എത്ര കമന്റ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര വ്യൂസ് ഉണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. ചില സമയത്ത് നമ്മൾ കാണുന്ന വീഡിയോസിന് മില്യൺസ് ഓഫ് വ്യൂസും അല്ലെങ്കിൽ ലൈക്കും ഉണ്ടാവും. അത്രയും മില്യൺസ് ഓഫ് ആൾക്കാർ ഇത് കണ്ടു. മില്യൺസ് ഓഫ് ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഫേക്ക് ആയിരിക്കില്ല, ഇത് ശരിയായ ഒരു വീഡിയോ ആയിരിക്കുമെന്ന് അപ്പൊ തന്നെ നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറഞ്ഞു. അപ്പൊ നമ്മൾ പോപ്പുലാരിറ്റി ഒരു ട്രൂത്ത് ആണെന്ന് വിശ്വസിക്കുന്ന ഒരു ചില സമയങ്ങളുമുണ്ട്. എല്ലാ സമയമൊന്നും പറയുന്നില്ല, എന്നാലും ഓൾമോസ്റ്റ് സമയങ്ങളിൽ പോപ്പുലർ ആണ് എങ്കിൽ അത് സത്യമാണ്. പിന്നെ നമ്മൾ അതിന്റെ പുറകെ പോയില്ല. കാരണം ഇത്രയും പേരത് കണ്ട് ലൈക്ക് ചെയ്യണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഉണ്ടാകും. നമ്മൾ തന്നെ അല്ലാത്ത രീതിയിൽ നമ്മൾ ഈ ടെക്നോളജി ഒക്കെ വരുന്നതിന് മുമ്പ് ഗോസിപ്പ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. മനുഷ്യനാണെങ്കിൽ ഗോസിപ്പുകൾ പറയുന്നുള്ള ഒരു രീതിയിലുണ്ടായിരുന്നു. അതാണെങ്കിൽ ഒത്തിരി പേര് പറഞ്ഞു, അവരും പറഞ്ഞു, ഇവരും പറഞ്ഞു, എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തു, ലൈക്ക് ചെയ്തു. അപ്പൊ പിന്നെ അത് സത്യമാണ്. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് ഇവിടെ. ഇത്രയും ലൈക്കും ഇത്രയും വ്യൂവും കിട്ടിയ ഒരു വീഡിയോ ആണ്. പിന്നെ അതിന്റെ പുറകെ നമുക്ക് പോകേണ്ട കാര്യമില്ല, അത് സത്യമാണ്. അതാണ് സോഷ്യൽ പ്രൂഫ്. മറ്റുള്ള സൊസൈറ്റി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനും അതിനെ അംഗീകരിച്ചു എന്നുള്ള തെറ്റായ ധാരണ. അതുപോലെ തന്നെയാണ് അതോറിറ്റി ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തില് ചില ആൾക്കാരെ നമ്മൾ റെസ്പെക്റ്റ് കൊടുത്ത് നിർത്താറുണ്ട്. അതായത് ഒരു ഡോക്ടർ, സയന്റിസ്റ്റ്, പോലീസ്, അങ്ങനെയുള്ള ഗവൺമെന്റ് ഒഫീഷ്യൽസ്, അങ്ങനെയുള്ളവരെ നമ്മൾ പബ്ലിക് ഫിഗേഴ്സ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് അതോറിറ്റി ഫിഗേഴ്സ് എന്ന് തോന്നുന്ന കാര്യങ്ങളുള്ളവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവർക്ക് കുറച്ച് മുൻഗണന നമ്മൾ കൊടുക്കാറുണ്ട്. അതായത് നമ്മളോട് ഒരു ഡോക്ടർ ഒരു വീഡിയോ പറയുകയാണ്, അദ്ദേഹം ഡോക്ടറാണ്, ഒരിക്കലും അദ്ദേഹം തെറ്റു പറയില്ല. അല്ലെങ്കിൽ സയന്റിസ്റ്റ് ആണ്, അദ്ദേഹം ഭയങ്കര റിസർച്ച് ചെയ്യുന്ന ആളാണ്, അപ്പൊ ഒരിക്കലും ഫേക്ക് വീഡിയോ പുള്ളിയുടെ ഉണ്ടാവില്ല. പോലീസ് ഓഫീസർ ഈ സമൂഹത്തിനെ നയിക്കുന്ന ആളാണ്, പുള്ളി ഒരിക്കലും നമുക്ക് ഫേക്ക് ഇൻഫോർമേഷൻ തരില്ല എന്ന് നമുക്ക് വിശ്വസിക്കുന്നു. അവിടെ ഈ ഡീപ്പ് ഫേക്ക് ടെക്നോളജി ഉപയോഗിച്ച് അതോറിറ്റിയുടെ അപ്പിയറൻസ് പോലും ഫേക്ക് ചെയ്യാം. അതായത് നമുക്കറിയാം, നമ്മൾ മുമ്പ് പറഞ്ഞു എക്സാമ്പിള് ഡീഫേക്കിൽ എന്തൊക്കെ വരുമെന്ന്. ഒരാളുടെ ഫേസ് എടുത്തിട്ട് വേറൊരാളുടെ ഫേസിൽ കൊണ്ടുവെക്കാം. അപ്പൊ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരാള്, നമ്മൾ അംഗീകരിച്ച ഒരു ഫേമസ് ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഫേമസ് പോലീസ് ഇൻസ്പെക്ടർ, പുള്ളിയുടെ എന്ത് ചെയ്തു, ഫേസ് എടുത്തിട്ട് ഫീച്ചേഴ്സ് എടുത്തിട്ട് നമുക്കൊരു വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ പുള്ളി പറയുന്നതായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ നോക്കാനൊന്നുമില്ല. കാരണം പുള്ളിയാണ് പറഞ്ഞത്, നമ്മൾ ഓൾറെഡി അദ്ദേഹത്തെ അംഗീകരിച്ചു കഴിഞ്ഞതാണ്. അപ്പം സമൂഹത്തിലെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഫേമസ് ആയിട്ടുള്ള നമ്മൾക്ക് അംഗീകാരം കൊടുക്കുന്ന ആൾക്കാരെ വെച്ചിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഫേക്ക് വീഡിയോസ് ഉണ്ടാക്കും. അവരുടെ അപ്പിയറൻസ് ഫേക്ക് ചെയ്യാം. അതിനുശേഷം അവർ എന്തെങ്കിലും വോയിസ് ഇടുകയോ അല്ലെങ്കിൽ അവരുടെ രീതിയിൽ പറയുകയോ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പൂർണ്ണമായും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു മെമ്മറിയും ഡീപ്പ് ഫേക്കും തമ്മിൽ വളരെയേറെ ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സൈക്കോളജിക്കൽ ഒരു ടേം വന്നത്, ഡീപ്പ് ഫേക്കിൽ സൈക്കോളജി എത്ര എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. നമ്മൾ പറഞ്ഞു മെമ്മറി ഒരു റെക്കോർഡിംഗ് അല്ല, മെമ്മറി കാണുമ്പം തന്നെ അതിനെ പിടിച്ചെടുക്കുകയാണ്. അതായത് നമ്മുടെ ബ്രെയിൻ എല്ലാ സമയവും റീകൺസ്ട്രക്ട് ചെയ്യുകയാണ്. നമ്മൾ ഒരു സംഭവത്തെ ഓർക്കുന്ന സമയം നമ്മുടെ ബ്രെയിൻ റീകൺസ്ട്രക്ട് ചെയ്യുകയാണ്. ഒരു യഥാർത്ഥ സംഭവത്തെ പറ്റി, ഒരു യഥാർത്ഥ നടന്ന സംഭവത്തെക്കുറിച്ച് പിന്നീട് ഒരു ഫേക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൽ ഏതായിരുന്നു ശരി എന്ന് നമുക്ക് മനസ്സിലാകില്ല. നമുക്ക് ഒരു യഥാർത്ഥ സംഭവമാണ്, പക്ഷെ ആ സംഭവത്തെ അവർ മാറ്റിയെടുത്ത് ഒരു ഫേക്ക് വീഡിയോ ആക്കി. കുറച്ചു കാലം കഴിഞ്ഞിട്ട് നമ്മൾ അത് കാണുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതിൽ ഏതായിരുന്നു ഫേക്ക്, ഏതായിരുന്നു റിയൽ എന്ന് നമ്മുടെ മെമ്മറിക്ക് ചില സമയം ഓർത്തെടുക്കാൻ പറ്റില്ല. മെമ്മറി അതിനെ റീകൺസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് മിസ് ഇൻഫോർമേഷൻ എഫക്റ്റ് ഉള്ള മിസ് ഇൻഫോർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ നമ്മുടെ റിയൽ ഇൻഫോർമേഷന്റെ ഫ്രണ്ടിൽ കയറിയിരിക്കുന്നു, റീകൺസ്ട്രക്ട് ചെയ്യുന്നു. ആ വീഡിയോ കാണുമ്പോൾ നമ്മൾ ശരിയാണ്, ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുള്ളതാണ് എന്ന് നമ്മുടെ മെമ്മറി നമ്മളോട് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് മെമ്മറിയും സൈക്കോളജിയുമായി, അതായത് സൈക്കോളജിക്കൽ ടേംസും ഇതുപോലെയുള്ള ടെക്നോളജിയുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. നമ്മുടെ മെമ്മറി അപ്പോൾ നമ്മളോട് പറയുകയാണ്, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് നമ്മൾ അവിടെ ആലോചിക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് സോഴ്സ് മോണിറ്ററിംഗ് എറർ എന്ന് പറയുന്നത്. അതായത് ചിലപ്പോൾ നമ്മൾക്ക് എന്താണ് കേട്ടത് എന്ന് ഓർമ്മ വരും, പക്ഷെ എവിടെ നിന്നാണ്, ഏത് സോഴ്സിൽ നിന്നാണ് നമുക്ക് കണ്ടതെന്ന് ഓർമ്മ വരില്ല.
പ്രത്യേകിച്ചും നമുക്കറിയാം ഇപ്പോൾ എല്ലാവർക്കും ഒരു 3-4 സോഷ്യൽ അക്കൗണ്ടുകൾ ഉണ്ടാവും. ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ്. ഒന്നെടുക്കുന്നു, അടുത്തയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, അടുത്തയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇത് കണ്ടിട്ട് പിന്നീട് നമ്മളുടെ ബ്രെയിനിൽ ഈ കണ്ടതെല്ലാം കിടക്കുന്നു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് സത്യമാണോ, റിയൽ ആണോ? ചിലപ്പോൾ നമുക്ക് ആ സമയം നമുക്ക് തോന്നിയിട്ടുണ്ടാവും, ഓ ഇത് ഫേക്ക് ആണ്, ഈ വീഡിയോ ശരിയല്ല എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടാകാം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മെമ്മറി എന്ത് ചെയ്യും? ഈ എവിടെ നിന്നാണോ ഞാനിത് കണ്ടത് എന്നുള്ള കാര്യം മറന്നു പോകുന്നു. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നു, ഓ അത് ജനറേറ്റഡ് ആയിരുന്നോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാക്കിയ ഫേക്ക് ആയിരുന്നോ, അതോ ഞാൻ ഒറിജിനൽ കണ്ടതാണോ എന്നുള്ള കാര്യം മറന്നു പോകുന്നു. നമുക്ക് എവിടെ നിന്നാണ് അതിന്റെ സോഴ്സ് എന്ന് നമുക്ക് പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ മെമ്മറിയിൽ ഇപ്പൊ പണ്ടത്തെ കാലത്തെ പോലെയല്ല. ഇപ്പൊ നമ്മൾ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ലോട്ട് ഓഫ് ഇൻഫോർമേഷൻ നമ്മുടെ മെമ്മറിയിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ്. കാരണം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എടുക്കുന്നത് ഫോണാണ്. ഈ ഫോണിൽ നോക്കുമ്പോൾ പണ്ടൊരു പത്രത്തിൽ ഒരു ദിവസം ഒരു പത്രത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ന്യൂസ്, അല്ലെങ്കിൽ മാസം നമുക്ക് വരുന്ന ഒരു മാസിക, നമ്മൾ സമയമുള്ളപ്പോൾ സമയത്ത് മാസികകളൊക്കെ വരുത്തുമായിരുന്നു. ആ മാസികയിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ അവിടെ വെച്ച് തീരുന്നു. അത് നമുക്ക് പ്രോസസ്സ് ചെയ്യാനും അതിനെപ്പറ്റി ആലോചിക്കാനും ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. ആ ഒരു മാസം നമ്മൾ ചിലപ്പോൾ ആലോചിക്കുന്ന ആ വാർത്തയെ പറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ പത്രം വായിക്കുന്ന ഒരു ദിവസം ആ പത്രത്തിൽ കണ്ട ഒരു ന്യൂസ് അന്നത്തെ വൈകുന്നേരം വരെ നമ്മൾ ചിലപ്പോൾ ആലോചിക്കും. എന്നിട്ട് നമ്മൾ ആലോചിക്കും, ഇത് ശരിയായിരുന്നോ തെറ്റാണോ, അത് അങ്ങനെയല്ലല്ലോ എന്നൊക്കെ. ഇപ്പൊ അങ്ങനെയല്ല. നമുക്കൊരു സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു മിനിറ്റിനുള്ളിൽ കാണുന്നത് എത്രയോ ഇൻഫോർമേഷൻ ആണ് നമ്മുടെ ബ്രെയിനിലൂടെ കയറി ഇറങ്ങി പോകുന്നത്. ഇതിനിടയിൽ ഈ ഇൻഫോർമേഷൻ എല്ലാം കളക്ട് ചെയ്യാൻ നമ്മുടെ ബ്രെയിനിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ എവിടെ നിന്നാണ് കണ്ടത് എന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നില്ല. അതിന്റെ ക്ലാരിറ്റി നമുക്ക് അറിയാനും പറ്റുന്നില്ല. ആ സമയം കണ്ട സമയം നമുക്ക് ഫേക്ക് ആണെന്ന് തോന്നിയെങ്കിലും പിന്നീട് നമ്മൾ നോക്കുമ്പോൾ അതിനെ റിയൽ ആയിട്ട് നമുക്ക് തോന്നാം. ഇനി ഇതെല്ലാം ഡീപ്പ് ഫേക്ക് വരുന്നതാണ് എങ്കിലും ഡീപ്പ് ഫേക്കിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ളതും ഫേക്ക് ആയിട്ടുള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ റിയൽ ആണ് എന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളും റിയൽ ആയിട്ട് നമ്മൾക്ക് ഒറിജിനൽ ആയിട്ട് നമ്മൾ ഒരു വീഡിയോ ഇടുകയാണ്. ഒറിജിനൽ നമുക്കൊരാവശ്യം, നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ അല്ലെങ്കിൽ നമുക്ക് കാണാറുണ്ട്, ആരെങ്കിലും സപ്പോർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് വീഡിയോസ് ഒക്കെ നമുക്ക് സാധാരണ വരാറുണ്ട്. അവരെ എന്തെങ്കിലും അതായത് ക്ലിനിക്കൽ പരമായിട്ടും ഒരാൾക്ക് എന്തെങ്കിലും ഹെൽത്ത് പരമായും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിന്റെ തൊട്ട് മുമ്പ് ഇത്രയും പോപ്പുലർ ആകുന്നതിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, അയ്യോ ശരിയാണ്, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും സഹായിക്കാമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഒരു വീഡിയോ കാണുവാണെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കും, ഇത് ചിലപ്പോൾ ഫേക്ക് ആയിരിക്കും, ഇത് ചിലപ്പോൾ അവർ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി ഉണ്ടാക്കിയ ഫേക്ക് വീഡിയോ ആയിരിക്കും. ചിലപ്പോൾ നമുക്കത് ഫേക്ക് ആണോ അല്ലയോ എന്ന് നോക്കാനുള്ള സമയം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരില്ല. അപ്പൊ നമ്മൾ അതിനെ വിശ്വസിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? റിയൽ ആയ കാര്യങ്ങളും, അതായത് അവരത് അർഹിക്കുന്നതാണെങ്കിലും അവർക്കത് ലഭിക്കാതെ വരുന്നു. റിയലിനെയും ചിലപ്പോൾ റിയൽ ആയിട്ട് വിചാരിക്കും. ഇത് ഫേക്ക് ആണോ, ഇത് ഒറിജിനൽ ആണോ, നമുക്കതിനുള്ള സമയമില്ല, ഫാസ്റ്റ് ലൈഫാണ്, നമ്മൾ അതിന്റെ പുറകെ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? അതിന് പ്രാധാന്യം അർഹിക്കുന്നവരുടെ കയ്യിൽ അത് എത്തപ്പെടാതെയും റിയൽ ആയിട്ടുള്ളതിനെ ചിലപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് വിചാരിക്കുകയും ചെയ്യുന്നു. ഫേക്കിനെ റിയൽ ആയിട്ടും റിയലിനെ ഫേക്ക് ആയിട്ടും നമുക്ക് തള്ളിക്കളയപ്പെടേണ്ടി വരുന്നു. ഇതുപോലുള്ള ടെക്നോളജികൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഡിസഡ്വാൻറ്റേജ് ആണ്, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചൊന്നും എടുക്കാൻ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് ഇത് തെറ്റാണോ ശരിയാണോ എന്ന് അറിയാതെ തന്നെ ഇരിക്കുന്ന സമയമായിരിക്കും. പിന്നെ നമുക്കതിന്റെ പുറകെ ഒന്നും പോകാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇത് കറക്റ്റ് ആയിരിക്കില്ല, ഈ പൈസ നമ്മൾ അയാൾക്ക് ചികിത്സയ്ക്കാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇന്ന കാര്യത്തിനാണെങ്കിൽ പോലും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേറെ വല്ലവരുടെയും കയ്യിലായിരിക്കും എത്തുന്നത്, ചുമ്മാതെ ആയിരിക്കും, കളിപ്പിക്കുന്നതായിരിക്കും. പിന്നെ നമ്മളത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും പോകാൻ എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല, അത് ഫേക്ക് ആണ്, അത് റിയൽ അല്ല എന്ന് നമ്മൾ തന്നെ അതിനെ ജഡ്ജ് ചെയ്യുന്നു. അതുമൂലം പല നല്ല കാര്യങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടും അത് നമുക്ക് തള്ളിക്കളയപ്പെടേണ്ടി വരുന്നു. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഇതുമൂലം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിനെയും വളരെയേറെ ബാധിക്കുന്നുണ്ട്. അതായത്
നമ്മുടെ ഒരു പാർട്ട്ണറിന്റെ ആണെങ്കിലും നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ആണെങ്കിലും ഒരു ഫേക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അത് റിയൽ ആണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഇമോഷൻസ് റിയൽ ആക്കും. ചില സമയത്ത് നമ്മൾ വിചാരിക്കും ഓ അത് ശരിയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മൈൻഡിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കത് ഫേക്ക് ആണ് എന്ന് പിന്നെ അന്വേഷിച്ചു പോകാൻ സമയമുണ്ടാവില്ല. അതോടെ നമ്മുടെ ആ റിലേഷൻഷിപ്പിന് അവിടെ ബ്രേക്ക് ഉണ്ടാവുന്നു. അതായത് നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നു നമ്മൾ അത്ര ക്ലോസ് ആണെങ്കിൽ ചിലപ്പോൾ സമയം നമ്മൾ പിന്നീടൊന്ന് നോക്കുമായിരിക്കും, എന്നാലും ചില സമയങ്ങളിൽ നമ്മൾ ബിസി ആയി പോയി കഴിഞ്ഞാൽ ആ റിലേഷൻ അവിടെ അവസാനിച്ചു. നമ്മുടെ മനസ്സിൽ ഒരു ബാഡ് ഇമേജ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇമോഷൻ വർക്കൗട്ട് ചെയ്യുന്നു. ആ ഇമോഷൻ മൂലമാണ് പിന്നീട് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിനും വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു. നമ്മുടെ പാർട്ട്ണറിന്റെ ആണെങ്കിലും നമ്മുടെ ഫ്രണ്ടിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരാളുടെ ആണെങ്കിലും പിന്നീട് നമ്മൾ അതിന്റെ പുറകെ പോകില്ല. അപ്പോൾ അവിടെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കേജും ഈ ഡീപ് ഫേക്ക് മൂലം നമുക്കുണ്ടാവുന്നു. ഇനി നമ്മൾ ഒരു ഫേസ് മാത്രമല്ല വോയിസ് ഉപയോഗിച്ചും നമുക്ക് AI ഇമിറ്റേറ്റ് ചെയ്യാം. അതായത് പരിചയമുള്ള ഒരാളുടെ ശബ്ദം പോലെയും നമുക്ക് വോയിസ് ഇടാം. എനിക്ക് ഇപ്പൊ നമ്മൾ പറയുവാണ്, നമുക്ക് ചില സമയത്ത് ഒരു മെസ്സേജ് വരും അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് വരും ചില സമയത്ത്. അതായത് എനിക്കൊരു പ്രശ്നമാണ്, ഉടൻ ഇത്തിരി പൈസ അയക്കണം എന്ന് മെസ്സേജ് വന്നാൽ ബ്രെയിൻ ആദ്യം വോയിസിനെയാണ് ഐഡന്റിറ്റി ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു നമ്മളുടെ സെൻസറി ഇൻഫോർമേഷനെയാണ് ആദ്യം ബ്രെയിൻ, അത് കഴിഞ്ഞ് സെക്കൻഡ് ഫേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ള ക്ലാരിഫിക്കേഷന് പോകുന്നത്. അപ്പൊ ആദ്യത്തെ ഫേസിലായ ഈ വോയിസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. വോയിസ് എനിക്ക് ഫെമിലിയർ ആണ്, എനിക്ക് പരിചയമുള്ള സോഴ്സിൽ നിന്ന് വന്നതാണ്, എനിക്ക് ഫെമിലിയർ ആണ്. ഉടൻ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ പൈസ അയക്കുന്നു. അപ്പോൾ നമ്മൾക്ക് പൈസ അയക്കുക എന്ന് പറയുന്നത് അവിടെ ഉണ്ടാക്കുന്നത് ഒരു ഫേക്ക് സ്കാം ആണ്. അതായത് അർജൻസി എന്നുള്ള ഒരു ടെക്നോളജി അവിടെ ഉപയോഗിക്കുന്നു. നമ്മുടെ സൈക്കോളജിക്കലി ഉണ്ടാവുന്ന ഒരു ടേം ആണ് അവിടെ വരുന്നത്. അതായത് ഒരു കാര്യം നമ്മൾ വിശ്വസിക്കുകയും അതിന്റെ അതോറിറ്റിയെ വിശ്വസിക്കുകയും അതിന് അർജൻസി അതായത് എമർജൻസി ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ വേരിഫിക്കേഷൻ അധികം പോകില്ല. എനിക്ക് ഇത്ര രൂപ വേണം, ഞാൻ ഇന്ന സ്ഥലത്ത് ഇവിടെ നിൽക്കുകയാണ്, പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്, അങ്ങനെയുള്ള ഒരു വോയിസ് മെസ്സേജ് എല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചിന്തിക്കും, ഓ നമുക്ക് ഇതിന്റെ പുറകെ ആലോചിക്കാൻ പോലും അവർ ഒരു സമയം തരുന്നില്ല. അതായത് എമർജൻസി അല്ലെങ്കിൽ അർജൻസി എന്നുള്ള ഇമോഷൻ അവിടെ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നു സൈക്കോളജിക്കൽ ടൈം. എന്നിട്ട് നമുക്കത് പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മളുടെ വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ പറയാറുണ്ട് ഫേക്ക് വോയിസ് മെസ്സേജ് വന്നു, നമ്മൾ അങ്ങനെ നോക്കരുത്, അപ്പൊ നമുക്ക് എമർജൻസി ഉണ്ടാകുന്ന സമയമാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓ നമ്മൾ കാരണം അയാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അയച്ചു കൊടുക്കുന്നത് നമുക്കതിന്റെ ഒന്നും അത് അന്വേഷിക്കാൻ സമയം കിട്ടുന്നില്ല, അപ്പൊ തന്നെ നമ്മൾ പൈസ അടച്ചു കൊടുക്കുന്നു. ഇനി അതിനുമുണ്ട് ഡിസ്അഡ്വാൻറ്റേജ്. ചിലപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു, ആ ചിന്തിക്കുന്ന സമയം കൊണ്ട് തന്നെ ചിലപ്പോൾ അയാളുടെ പ്രയോറിറ്റി മാറിപ്പോയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ നമ്മളൊരു വോയിസ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ എത്രയായെങ്കിലും നമ്മൾ വേറൊരു ഫോണിൽ നിന്നോ ഒക്കെയോ നമ്മൾ അയാളുമായി കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അയാളുമായിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ അദ്ദേഹവുമായി കോണ്ടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സമയമാണ് എങ്കിൽ നമ്മൾ അവരുമായി വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആരോ എങ്കിലും വിളിച്ച് ഒന്നുകൂടെ കാര്യം കൺഫേം ചെയ്യുക. എന്നിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, പൈസ അയക്കുക. നമുക്കറിയാം വാട്സപ്പിൽ കൂടെ എപ്പോഴും നമുക്കിപ്പോൾ വോയിസ് മെസ്സേജുകളാണ് കൂടുതൽ വരുന്നത്. ഈ വോയിസിൽ കയറി ഈ ഡീപ്പ് ഫേക്ക് വർക്കൗട്ട് ചെയ്യുന്നു. അതായത് നമുക്ക് കേൾക്കുന്ന വോയിസ് അയാളുടെ ആണെന്ന് ഫെമിലിയർ ആവും, പക്ഷെ അയാളുടെ ആയിരിക്കത്തില്ല. ഈ ഡീപ്പ് ഫേക്ക് സ്കാമില് സൈക്കോളജി വളരെയേറെ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അവർ ഈ സൈക്കോളജി എന്നുള്ള ടേം ആണ് ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്. കാരണം നമ്മളുടെ ഇമോഷൻസ് ആയ അർജൻസി എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു ഇമോഷൻ വന്നു, അതുപോലെ നമ്മളുടെ മെമ്മറി, ബ്രെയിൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്താണ് ഇവർ ഈ ടെക്നോളജിയെ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇത് ശക്തമാകാൻ കാരണം സോഷ്യൽ മീഡിയ തന്നെയാണ്. നമുക്കറിയാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം കണ്ടു, സീ, ലൈക്ക്, ഷെയർ, സ്ക്രോൾ എന്ന രീതിയിലാണ് നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അതായത് നമ്മളൊരു സാധനം കണ്ടു, ഉടനെ തന്നെ നമ്മൾ അതിനെ ലൈക്ക് ചെയ്തു, അപ്പൊ തന്നെ നമ്മൾ അതിനെ ഷെയർ ചെയ്തു, പിന്നീട് അടുത്തതിലേക്ക് സ്ക്രോൾ ചെയ്തു. ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ സാധാരണ ഫോളോ ചെയ്യുന്നത്. സീ, ലൈക്ക്, അതിനുശേഷം ഷെയർ. കണ്ടു, ലൈക്ക് ചെയ്തു, ഷെയർ ചെയ്തു, പിന്നീട് അടുത്തതിലേക്ക് സ്ക്രോൾ ചെയ്തു. ആ ഒരു മൈന്യൂട്ട് സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മൾ അടുത്തതിലേക്ക് സ്ക്രോൾ ചെയ്തു. അവിടെ നമ്മൾ തിങ്ക് ചെയ്യുന്നില്ല. ശരിക്കും നമ്മളത് കണ്ടിട്ട് സ്റ്റോപ്പ് ചെയ്ത് അത് ചെക്ക് ചെയ്ത് കമ്പയർ ചെയ്യാനുള്ള ഒരു സമയം പോലും നമുക്ക് അവിടെ കിട്ടുന്നില്ല. കാരണം നമ്മൾ അതിനുള്ളിൽ അടുത്ത വീഡിയോ നമുക്ക് കാണണം, താഴോട്ട് കുറെ കിടപ്പുണ്ട്. അത് ഈ സോഷ്യൽ മീഡിയ ആണ് ഈ ഇതുപോലെയുള്ള കാര്യത്തെ ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കുന്നത്. നമുക്കത് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നമ്മൾ ഷെയർ ചെയ്തു. നമ്മൾ ആലോചിക്കുന്നില്ല അത് ശരിയാണോ തെറ്റാണോ, എനിക്കത് ഷെയർ ചെയ്യണം കാരണം എനിക്കത് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടതാണ്. ഇനി ഈ ഡീപ് ഫേക്ക് നമ്മൾ ഓൾറെഡി
പറഞ്ഞു സൈക്കോളജിയും കൂടെ അതിൽ കലർന്നിട്ടുണ്ട്, ടെക്നോളജി മാത്രമല്ല എന്ന്. ഡീപ്പ് ഫേക്ക് വിജയിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ AI എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി ഇത്രയും പവർഫുൾ ആയതുകൊണ്ട് മാത്രമല്ല, ഹ്യൂമൻ സൈക്കോളജിയിലെ വൾണറബിലിറ്റീസ് ഇവരെ എടുക്കുന്നതും കൊണ്ടാണ്. അതായത് നമ്മൾ AI ടെക്നോളജി എത്ര വളർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എത്ര ടെക്നോളജി നമ്മളുടെ അഡ്വാൻസ്ഡ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, നമ്മുടെ ഹ്യൂമൻ സൈക്കോളജിയിലെ കുറെ കാര്യങ്ങളുണ്ട്. ഈ സൈക്കോളജിയും കൂടെ ഇതിൽ മിക്സ് ചെയ്തിട്ടാണ് അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതായത് നമ്മൾ പല ഇമോഷൻസ് ഉണ്ടാക്കുന്നു, നമ്മുടെ ബിലീഫ്, മെമ്മറി, ബിഹേവിയർ, ഈ പാറ്റേൺ എല്ലാം ഇതിൽ മിക്സ് ചെയ്ത് കിടക്കുകയാണ്. അല്ലാതെ ഒരു ടെക്നോളജി എത്ര വളർന്നു എന്ന് പറഞ്ഞാലും എന്തെങ്കിലും അത് നമ്മുടെ മനുഷ്യനുമായി ബന്ധപ്പെട്ട ലൂപ്പ് ഹോൾ ഇല്ലാതെ അത് അത്രയും അഡ്വാൻസ്ഡ് ആവില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കണം. ഒന്നും വിശ്വസിക്കരുതെന്ന് അല്ല സൊല്യൂഷൻ. നമ്മളൊന്ന് ചിന്തിക്കണം. അതായത് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഒരു ആക്ഷൻ അവിടെ വർക്കൗട്ട് ചെയ്യിപ്പിക്കണം. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പിൽ എസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്, ഉടൻ റിയാക്ട് ചെയ്യരുത്. എസ് ഫോർ സ്റ്റോപ്പ് തന്നെയാണ്. നമ്മൾ ഉടൻ റിയാക്ട് ചെയ്യരുത്. എന്ത് കാര്യം കണ്ടാലും എന്ത് കാര്യം കേട്ടാലും ഉടൻ തന്നെ നമ്മൾ അതിന് റിയാക്ഷൻ കൊടുക്കാൻ പോകരുത്. സ്റ്റോപ്പ് എന്ന് വിചാരിക്കുക. അടുത്തത് ടി ഫോർ തിങ്ക്. എനിക്ക് ഇത് വിശ്വസിക്കാനുള്ള കാരണം എന്താണ്? ഇതിന്റെ പുറകിൽ എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം നമ്മൾ ഇതിനെ ഉൾക്കൊള്ളണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. മൂന്നാമത്തെ സ്റ്റോപ്പിലെ എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ സോഴ്സ് ഒബ്സർവ് ചെയ്യണം. ആരാണ് ഇത് പോസ്റ്റ് ചെയ്തത്? ഇത് പോസ്റ്റ് ചെയ്ത സോഴ്സ് റിയൽ ആണോ ഫേക്ക് ആണോ? അങ്ങനെയുള്ള കാര്യങ്ങളിൽ പുറകെ നമ്മൾ എന്തായാലും പോയിരിക്കണം. അടുത്തതാണ് പി ഫോർ വെരിഫൈ. മറ്റു വിശ്വസനീയമായ സോഴ്സുകളും ഇത് ക്ലാരിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. അല്ലാതെ നമ്മുടെ മുമ്പിലെത്തുന്ന ഒരു സാധനം നമ്മൾ ഉടൻ തന്നെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അങ്ങനെ കണ്ടു, മറ്റുള്ളവർ ഷെയർ ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് നമ്മുടെ കണ്ണിനെയും ചെവിയെയും ഒക്കെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നമുക്ക് എന്തിനേയും വിശ്വസിക്കാം, ഏതിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് അറിയില്ല. അവിടെ തന്നെയാണ് ഇതുപോലെയുള്ള ടെക്നോളജികളുടെ ശക്തി എന്ന് പറയുന്നത്. കാരണം അവർ ഫേക്കിനെ റിയാലിറ്റി ആക്കുന്നു, റിയാലിറ്റിയെ ഫേക്ക് ആക്കുന്നു. അങ്ങനെ നമ്മളുടെ ബ്രെയിനിൽ എന്താണ് ശരിയെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാതിരിക്കാൻ സാധിക്കുന്നു. ടെക്നോളജി കൊണ്ട് നമുക്ക് ഒരു രീതി വരെ നമുക്കിങ്ങനെ ഫേക്ക് ഇമേജസും വീഡിയോസും ഓഡിയോസും എല്ലാം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ അത് യഥാർത്ഥമാണോ എന്ന് വിശ്വസിക്കണമെങ്കിൽ നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ സൈക്കോളജിയാണ് അവിടെ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഒരു കാര്യം കാണുന്ന സമയത്ത് അത് ശരിയാണോ, അത് തെറ്റാണോ, അതിൻ്റെ പുറകിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് നല്ല സോഴ്സിൽ നിന്നാണോ വന്നത്, ഞാനത് ഷെയർ എന്ന് ഞെക്കുന്നതിന് മുമ്പ്, ഞാൻ ആ ബട്ടൺ ഞെക്കുന്നതിന് മുമ്പ് ഇത് ഫേക്ക് ആണ് എങ്കിൽ ഇതുമൂലം മറ്റുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എത്രയേറെ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് നമ്മൾ ചിന്തിക്കണം. അതായത് അത് നമ്മളുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. കാരണം ടെക്നോളജി ഇത്രയും വളർന്ന കാലഘട്ടത്തിൽ നമ്മളും കൂടെ ചിന്തിക്കാതെ നമുക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഒരു വീഡിയോ നമ്മുടെ മുമ്പിൽ വന്നു എന്ന് വിചാരിച്ച് അതെല്ലാവരും ഷെയർ ചെയ്തു എന്ന് വിചാരിച്ച് അതിന് അത്രയേറെ ലൈക്ക് ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും അതിനെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ അതിനെ ഒന്നുകൂടി ചിന്തിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അതിനെ ഷെയർ ചെയ്യുകയാണെങ്കിലും ലൈക്ക് ചെയ്യുകയാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് അറിയാൻ നമുക്ക് കുറച്ച് സമയം ഉണ്ടാകും. അത് നമുക്ക് ആ സമയം നമ്മൾ എടുത്ത് തന്നെ നമ്മുടെ ബ്രെയിനിനെ കൊണ്ട് എടുപ്പിച്ചിട്ട് തന്നെ നമ്മൾ അതിനെ വർക്കൗട്ട് ചെയ്യണം. ഇതുപോലെയുള്ള പുതിയ പുതിയ ടെക്നോളജികൾ ഇനിയും വരും. അതിലെല്ലാം നമ്മുടെ സൈക്കോളജിക്കൽ ഇമോഷൻസിനെ കലർത്തുന്നതായിരിക്കും. നമ്മൾ തീരുമാനിക്കണം. ടെക്നോളജികളെ നമുക്ക് ഒരിക്കലും പിടിച്ചു നിർത്താൻ പറ്റില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ AI എന്നുള്ള ടെക്നോളജി വന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ലൈഫ് കുറേ ഈസിയായി. നമുക്കറിയാം, നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു. പക്ഷെ നമുക്ക് എന്ത് കാര്യത്തിനും അഡ്വാൻറ്റേജ് ഉള്ളത് പോലെ തന്നെയാണ് ഡിസഡ്വാൻറ്റേജും. ആ ടെക്നോളജി അത്രയും വളർന്നു. നമ്മൾ ഏത് രീതിയിലാണ് നമുക്കതിനെ നമുക്കതിൻ്റെ ഗുണങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ഫേക്കായിട്ടുള്ള കാര്യങ്ങളെ ഫേക്ക് ആണോ എന്ന് ക്ലാരിഫൈ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോവുകയേ നിവർത്തിയുള്ളൂ. അല്ലാതെ നമുക്ക് ടെക്നോളജി ഒരിക്കലും പിടിച്ചു വെക്കാൻ പറ്റില്ല. കാരണം ടെക്നോളജി മൂലം പല പല നല്ല കാര്യങ്ങളും നമ്മുടെ ലോകത്ത് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൈക്കോളജിക്കൽ മൂവ്മെന്റ്സ് അവിടെ എത്രത്തോളം ബലമാണ്, ശക്തമാണ് എന്ന് നമ്മൾ തീരുമാനിക്കുക തന്നെ ചെയ്യണം.
അപ്പോൾ ഞാൻ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ സ്ഥിരമായിട്ട് പല ഓഡിയോയും വീഡിയോയും ഫോട്ടോസും എല്ലാം നമ്മുടെ കൺമുമ്പിലൂടെ കടന്നു പോകാറുണ്ട്. അപ്പോൾ അതിൽ എത്രത്തോളം വിശ്വസിക്കണം, എത്രത്തോളം വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളാണ് അവിടെ ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. Good morning, happy morning, madam. ഹാപ്പി മോർണിംഗ്. മേഡം ഈ ഇപ്പോൾ നമ്മുടെ ഇതിൽ തന്നെ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അതെ. അപ്പോൾ അതിന് അൺകോൺഷ്യസ് മൈൻഡിന് എന്താ പറയുക, നമ്മൾ പിന്നോട്ടേക്ക് വലിക്കും. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് പിന്നെ ചെയ്യാം, അത് എന്താ പറയുക നാളെ ചെയ്യാം, അങ്ങനെയുള്ള രീതിയിൽ. അപ്പൊ നമുക്ക് എന്താ പറയണ്ട, അതിനെ പോസിറ്റീവില് ആക്കാൻ, കൂടുതൽ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ടെക്നോളജീസ് നമുക്ക് സൈക്കോളജിക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? അതിന് നമ്മളുടെ ബ്രെയിനെ തന്നെ എല്ലാ സമയവും ബ്രഷപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മളൊരു ടൈം, അതായത് ഒരു ടൈം ഓഫ് പീരീഡ് കൊടുക്കുക. നമ്മൾ ഈ ഇത്രയും ഇൻഫോർമേഷൻ നമ്മുടെ ഉള്ളിലേക്ക് കയറ്റണോ എന്ന് നമ്മൾ തന്നെ ആലോചിക്കുക. നമ്മളറിയാം, നമ്മളൊരു ഫോൺ എടുത്തു, രാവിലെ തന്നെ ഒരു ഫോൺ എടുത്തിട്ട് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ സോഷ്യൽ അക്കൗണ്ടുകൾ തന്നെ ആയിരിക്കും. ഈ അക്കൗണ്ടുകൾ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇത്രയും ഇൻഫോർമേഷൻ നമ്മുടെ ഉള്ളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ബ്രെയിനിന് ഓവർലോഡ് വരുന്ന സമയം തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള പ്രവർത്തികൾക്ക് ഒരു ഡിലേ കൊടുക്കുക. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം അതിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ ഒരു ടൈം ഓഫ് പീരീഡ് നമ്മൾ ഫിക്സ് ചെയ്യുക. ഇത്രയും ഇൻഫർമേഷൻ ശരിക്കും നമുക്ക് ആവശ്യമുണ്ടോ? നമ്മുടെ പണ്ടത്തെ കാലത്ത് നമ്മളൊരു പത്രത്തിലൂടെ ജീവിച്ചിരുന്ന ആൾക്കാരാണ്, അതിനു മുമ്പ് അതുപോലും ഇല്ലായിരുന്നു. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻ റിയൽ ആയതോ ഫേക്ക് ആയതാണോ എന്തായാലും നമുക്ക് ആവശ്യമുണ്ടോ നമുക്ക് എന്ന് നമ്മൾ തന്നെ ചിന്തിക്കുക. അപ്പം നമ്മുടെ ബ്രെയിൻ കുറച്ചും കൂടി ഫ്രഷപ്പ് ആവുക. അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇത്രയും കാണുന്നില്ലെങ്കിൽ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഇത്രയും നമ്മുടെ പതിഞ്ഞിരിക്കില്ലല്ലോ. അങ്ങനെയല്ലേ സാർ? അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും പ്രവർത്തിക്കാൻ അതിനെ പിന്നോട്ട് വലിക്കുക എന്ന് വെച്ചാൽ അത് നാളെ ചെയ്യാം അല്ലെ മറ്റൊന്നുള്ള ചെയ്യാം. ഈ ടെക്നോളജിന്റെ ഇത് മാത്രമല്ല പറഞ്ഞത്. എന്താ പറയണ്ട, അങ്ങനെ എന്താ പറയണ്ട ഒരു അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട് എന്ന് പറയുന്നത്, അതിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ ഇല്ലാതാവും, നമുക്ക് ചെയ്യേണ്ട ഒരു അത്യാവശ്യമുള്ള കാര്യങ്ങൾ പിന്നോട്ട് പിന്നെ നാളെ അങ്ങനെ സ്ലോ ആക്ഷൻ ആക്കി കളയാം, അങ്ങനെ പറയുന്നത്. നമ്മൾ വേറെ രീതിയിൽ തന്നെ, അതായത് നമ്മളെ ബ്രെയിനെ കുറച്ചുകൂടെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ പോസിറ്റീവായി ചിന്തിക്കുകയല്ലേ അതിന് നിവൃത്തിയുള്ളൂ. യോഗ അതുപോലുള്ള സെക്ഷനുകൾ ഉണ്ടല്ലോ. നമുക്ക് വേണ്ടത് എന്താണെന്ന് നമ്മൾ തന്നെ തീരുമാനിച്ച് അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക, മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ അകത്തോട്ട് എടുക്കാതിരിക്കുക. അപ്പം തന്നെ നമ്മുടെ ബ്രെയിൻ കുറച്ചുകൂടെ ഫ്രഷ് ആവും. അപ്പം നമ്മൾ നാളെ ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്ന കാര്യമാണ് നമ്മളെ കുറച്ചും കൂടി പുറകോട്ട് വലിക്കുന്നത്. ഇത്രയേറെ ഇൻഫോർമേഷൻ നമ്മുടെ ബ്രെയിനിന് താങ്ങാൻ സാധിക്കുന്നില്ല. അപ്പം തന്നെ നമ്മളുടെ ആക്ടിവിറ്റീസ് കുറയുകയാണ്. ഇത് വേണ്ട അത് വേണ്ട, ഇത്രയും കയറി, ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യാനാണ്? അതുപോലെ തന്നെയാണ് നമ്മൾ ഈ കമ്പാരിസനും. നമ്മുടെ ലൈഫ്, നമ്മൾ ഒരു കാര്യം കണ്ടു, വേറൊരാളുടെ ലൈഫിലൂടെ നമ്മൾ പോവുകയാണ് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട്. അപ്പം നമ്മൾ വേറൊരാളുടെ ലൈഫിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കമ്പാരിസൺ എന്ന് പറഞ്ഞ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ചിലപ്പം ഒരു വിഷമം വരുന്ന പീരീഡിലായിരിക്കും നമ്മൾ ഇതെല്ലാം നോക്കുമ്പോൾ വേറൊരാൾ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് നമ്മുടെ സോഷ്യൽ മീഡിയയിലും അതുപോലുള്ള ഇടത്തുമൊക്കെ ഷെയർ ചെയ്യുന്നു. അപ്പം തന്നെ നമ്മുടെ ബ്രെയിൻ ഒന്ന് പുറകോട്ട് വലിയുന്നു. ഞാൻ ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല, എനിക്ക് ഇത്രയും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കും. അപ്പം തന്നെ നമ്മൾ ഇനി ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, ഞാൻ അവരെ പോലെ എത്തില്ല. അവിടെ ഒരു കമ്പാരിസൺ ഒക്കെ വന്നു. അപ്പം നമ്മൾ ഏറ്റവും നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ മൈൻഡിനെ വെക്കുക, നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ബ്രെയിനിന് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് പിന്നീട് ചെയ്യണമെന്ന് തോന്നത്തില്ലല്ലോ. നമുക്ക് കുറച്ച് കാര്യങ്ങളല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ അതിൽ സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. ഓവർലോഡ് കൊടുക്കുമ്പോഴാണല്ലോ നമ്മൾ ചിലപ്പം ടയേർഡായിട്ട് ഇനി നാളെ ചെയ്യാം, അല്ലെങ്കിൽ ഇത്രയും ഇൻഫർമേഷൻ നമ്മുടെ ഉള്ളിൽ കയറുന്നു. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുകയാണ്, വേറൊരാളുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്ത് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ എത്ര വർക്കൗട്ട് ചെയ്താലും അവരെ പോലെ ആകാൻ പോകുന്നില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? അവിടെ വെച്ച് നമ്മുടെ ബ്രെയിൻ സ്റ്റോപ്പ് ആവുകയാണ്. അപ്പം നമ്മൾ സൈക്കോളജിക്കലി കുറച്ചും കൂടെ, എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞത് സാറ് ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നെയല്ലേ? ഏകദേശം വന്ന്. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ബ്രെയിനും ഇൻഫർമേഷനും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഫ്രഷപ്പ് ആകും. ഇത്രത്തോളം ലോഡ് എടുക്കുമ്പോഴാണ് നമ്മൾ ഈ പ്രോകാസ്റ്റിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്.
അല്ല, അതിൽ ഈ ബ്രെയിൻ ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ? ഇപ്പൊ നമ്മളിപ്പോ ബ്രെയിനായിട്ട് വളർച്ചക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ, അങ്ങനെയുള്ള എന്തെങ്കിലും? ഉണ്ട്. ഒന്നാമത്തെ കാര്യം തന്നെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഫുഡൊന്നുമല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഒരു 10-30 മിനിറ്റത്തേക്ക് നമ്മുടെ ഫോൺ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് തന്നെ കാര്യമാണ്. അതാണ് ഏറ്റവും ബ്രെയിനെ ഫ്രഷപ്പ് ആക്കാനുള്ള കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എന്താണ് അന്നത്തെ ദിവസം ചെയ്യേണ്ടത് എന്ന് നമ്മളൊരു ടാർഗറ്റ് ആദ്യം തന്നെ തീരുമാനിക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബ്രെയിനെ കുറച്ചുകൂടെ ബൂസ്റ്റ് ആക്കാൻ വേണ്ടി നമ്മുടെ എൻവറോൺമെന്റിലേക്ക് കടന്നു ചെല്ലുക. അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഫുഡ് എന്നുള്ള രീതിയിൽ ഫിസിക്കൽ ഫുഡ് എന്നുള്ള രീതിയിൽ തന്നെയാണെങ്കിൽ പോലും നമുക്കറിയാം ധാരാളം വെള്ളം കുടിക്കുക, അങ്ങനെയുള്ളതാണ് എങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതെ അങ്ങനെയുള്ള കാര്യങ്ങളിലും എല്ലാം ബ്രെയിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ലല്ലോ, പല ഫാക്ടർ ബ്രെയിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ബ്രെയിൻ കുറച്ചും കൂടെ ക്ലിയർ ആകാം. നമുക്കൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കണം എല്ലാ സമയവും. അല്ലാതെ എല്ലാം കൂടെ നമുക്ക് ഒരിക്കലും ചെയ്തു തീർക്കാൻ സാധിക്കില്ല. ഇന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക, നമ്മുടെ പ്രയോറിറ്റി ഏതാണോ അതിൽ ഫോക്കസ് ചെയ്യുക. കൂടുതൽ അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മൈൻഡ് എപ്പോഴും ഫ്രഷപ്പ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ആധികാരികമായി പറയാൻ എനിക്കറിയില്ല. ഓക്കെ മാഡം, നല്ല അറിവുകൾ. ഇതുവരെ യോഗ അങ്ങനെയുള്ള കാര്യങ്ങളും കുറച്ച് ചെയ്താലും കുറച്ചും കൂടി ബ്രെയിനിന് നല്ലതാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അതെ അതെ. അതുപോലെ നമ്മൾ ധാരാളം നല്ല ഫുഡ് കഴിക്കുക, നല്ല പുറത്തുനിന്നുള്ള ഫുഡ് ഒഴിവാക്കുക, നല്ല ഫുഡ് കഴിക്കുക. അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഫുഡുകൾ എന്താണ്. ധാരാളം വെള്ളം കുടിക്കുക, എക്സസൈസ് മസ്റ്റ് ആണ്, എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി. ഇതൊക്കെ തന്നെ നമ്മളുടെ ചിന്തകളും ഇമോഷൻസിനെയും എല്ലാം ഒരുവിധം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഈ ഫോണിൽ സ്ക്രോൾ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല നല്ല കാര്യങ്ങളുമുണ്ട്, പണ്ടത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. നല്ല ബ്രീത്തിങ് ഒക്കെ നല്ലതാണെന്ന് തോന്നുന്നു അല്ലേ? നല്ല രീതിയിലുള്ള അതെ 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 ലോങ് ബ്രീത്തിങ്. ഓക്കെ മാഡം, വേറെ ആർക്കും പറയാനുണ്ടോ? അവസരങ്ങൾ മറ്റുള്ള അവസരം ഇല്ലാതാകും നമ്മൾ കുറെ ടൈം. ഓക്കെ, മിനിമം താങ്ക്സ് മാഡം. ഓക്കെ, നല്ല അറിവുകൾ പങ്കുവച്ചു. താങ്ക് യു മാം. ഇന്നത്തെ സെഷൻ നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു. എല്ലാവരും ഒരുപാട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയയും ഡിസ്ട്രാക്ഷൻസും എല്ലാം കൂടുതലാണല്ലേ. നമുക്ക് നമ്മളുടെ ഫേക്ക് ആയിട്ടുള്ള സംഭവങ്ങളും നമുക്ക് അറിയണില്ല, വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ നമ്മളെപ്പോഴും കോൺഷ്യസ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു മെസ്സേജാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഞാനും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലെന്നാ. താങ്ക് യു മാം. താങ്ക് യു, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ താങ്ക് യു മാം. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു മേഡം. ഒന്നും കൂടി പറഞ്ഞോട്ടെ? ഓക്കെ സാർ, പറഞ്ഞോളൂ സാർ. മേഡം, ഈ നമ്മൾക്ക് ഓരോ ആള് എന്ന് പറയേണ്ട മെമ്മറി, കോൺസെൻട്രേഷൻ, അങ്ങനെയുള്ള കോൺഫിഡൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ എന്തെങ്കിലും AI പോലെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആയിട്ട് വന്നിട്ടുണ്ടോ ഓൾറെഡി? നമ്മുടെ എന്താ മെമ്മറി കപ്പാസിറ്റി കാണാനോ അങ്ങനെയുള്ളതായിരുന്നോ സാർ ഉദ്ദേശിച്ചത്? ഇപ്പൊ സ്റ്റുഡൻസിന്റെ ഒക്കെ നമുക്ക് എത്രത്തോളം ഉണ്ട് അങ്ങനെയുള്ള അങ്ങനെ ടെക്നോളജി എന്നല്ല, അല്ലാതെ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ ചെയ്തു നോക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. സ്ക്രീൻ ടെസ്റ്റ് വഴി നമുക്ക് എത്രയുണ്ട് നമ്മുടെ മെമ്മറി കപ്പാസിറ്റി എന്ന് അറിയാനുള്ള കാര്യങ്ങളെല്ലാം പണ്ട് തന്നെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പൊ അത് കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുന്നേ ഉള്ളൂ. കുട്ടികളുടെ എത്രയാണ് ബ്രെയിൻ എത്ര വർക്ക് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളുമുണ്ട്, ടെസ്റ്റുകളും എല്ലാം ഉണ്ട്. അതെല്ലാം നമുക്ക് കുറച്ചും കൂടെ പേപ്പർ വർക്കുകളായിരിക്കും കൂടുതൽ. കാരണം നമ്മൾക്ക് ഒരു 10-100 ക്വസ്റ്റ്യൻ തന്നിട്ട് കുട്ടികൾ അത് അറ്റൻഡ് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ ഏതാണ് അവരുടെ ഇമോഷനാണോ കൂടുതൽ ഫ്രണ്ടിൽ നിൽക്കുന്നത്, അതല്ലെങ്കിൽ ബ്രെയിൻ ആണോ എന്നൊക്കെ നോക്കുന്ന പല ടെസ്റ്റുകളുമുണ്ട്. പേര് എനിക്ക് പെട്ടെന്ന് പറയാൻ ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. നമുക്കതിൽ നിന്ന് നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി എത്ര യൂസ് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ മാഡം. ഓക്കെ ഓക്കെ. അതിൽ കൂടുതൽ പ്രാധാന്യം ഇത് ഡെവലപ്പായി വരുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും പുതിയ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണല്ലോ. ഓരോ ദിവസവും അല്ല, ഓരോ മിനിറ്റും ഓരോ പുതിയ അപ്ഡേറ്റ്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം നമുക്ക്
നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ ടെക്നോളജികൾ വളർന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ആ. അല്ല അതിനപ്പുറം നമ്മളിപ്പോ എന്തോ പറയും മേഡം. അല്ല, അങ്ങനെ പേരെടുത്ത് ഏത് ടെക്നോളജി വഴി ഏത് ഇതാണ് എന്നുള്ളത് പേരെടുത്ത് പറയാൻ എനിക്കിപ്പോൾ അങ്ങനെ നോക്കാത്തത് കാരണം അറിയില്ല. നമുക്ക് സെർച്ച് ചെയ്താൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അത്രത്തോളം അവൈലബിൾ ആണ് ഇപ്പോൾ പുതിയ കാര്യങ്ങളായിട്ട്. ഓക്കെ മേഡം, ഒരുപാട് ലേറ്റ് ആയി എന്താ പറയുക മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ മേഡത്തിനും അത്യാവശ്യം കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഒരുപാട് നന്ദി, സ്നേഹം, സന്തോഷം. ഓക്കെ, അവസരങ്ങൾ ഉണ്ടാവട്ടെ. പുതിയ ടോപ്പിക്കുമായിട്ട് മേഡം വരൂലേ? തീർച്ചയായും തന്നു കഴിഞ്ഞാൽ വരും. താങ്ക് യു മാം. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ മാം? ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഓൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.